Good morning everyone. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് +2 ബിസിനസ് സ്റ്റഡീസിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ മാനേജ്മെന്റ് നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം. സോ എന്തിനൊക്കെയാണ് ഈ ഒരു മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ളത്? ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിനെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് കാണുമല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്താ HR ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും എന്താവശ്യമാണ്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഘടകം ആവശ്യമായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് ഒരു ബിസിനസിന്റെ മണി അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഇൻകം, അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു ലോങ് ടൈം ആക്ടിവിറ്റീസിന് വേണ്ടി എങ്ങനെയാണ് ആ ഒരു ഫണ്ട് ബിസിനസ് മാക്സിമം പ്രൊക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ. സോ ആദ്യമായിട്ട് എന്താണ് ബിസിനസ് ഫിനാൻസ്? നമുക്കറിയാം, ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മണി റിക്വയർഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് നടന്നു പോകാൻ വേണ്ടി എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മണി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ഫിനാൻസ് നമുക്ക് ഒരു ബിസിനസ്സിന് എന്തിനൊക്കെയായിരിക്കും ഫിനാൻസ് ആവശ്യമായിട്ടുള്ളത്? അതെ, ഒരു ബിസിനസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതെന്താ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായിട്ട് എന്താ അതിങ്ങനെ റൺ ചെയ്യാനായിട്ട്, പിന്നെ ആ ബിസിനസ്സിന് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡേണൈസേഷൻ വരാനോ, അല്ലെങ്കിൽ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ബിസിനസ്സിന് എന്താ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുന്നു. അതാണ് എന്ന് പറയുന്നത് ആ ഒരു ബിസിനസിന്റെ എക്സ്പാൻഡ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താ? ആ ഒരു ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസിന് എന്തിനൊക്കെയാണ് ഫിനാൻസ് ആവശ്യമായിട്ടുള്ളത്? അതെ, ആ ഒരു ബിസിനസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ, ആ ഒരു ബിസിനസ് റൺ ചെയ്യാൻ, അതിനെ മോഡേണൈസ് ചെയ്യാൻ, അതേപോലെ ആ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് ഒരു ബിസിനസിന് ഫിനാൻസ് ആവശ്യമായിട്ടുള്ളത്. സോ നമുക്കറിയാം, ഒരു ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഉണ്ടെങ്കിൽ ബിസിനസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് അസറ്റുകൾ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് നമുക്കറിയാം, ഒരു ബിസിനസ്സിന് എപ്പോഴും ഒരു ലോങ് ടൈം വിഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം വിഷനും കാണും. ആ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം നീഡ്സ് നടത്താനും എന്താ ബിസിനസിന് ഫണ്ട് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ലോങ് ടൈം പർച്ചേസസ്, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങുന്നു, അതൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് അതിനെ പറയാം. സോ അങ്ങനെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ബിസിനസിന് എന്താവശ്യമായിട്ടുണ്ട്? ഫണ്ട് ആവശ്യമായിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഫിനാൻസ് ആണ്. ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടൈം ആക്ടിവിറ്റീസ് നടന്നു പോകാൻ വേണ്ടി ഒരു ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിനെയാണ് എന്ന് പറയുന്നത് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺസെപ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്കറിയാം, മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് മണി ഇൻ എ ബിസിനസ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് is defined as planning, organizing, directing and controlling the financial activities of an organization. സോ ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. ഇതൊക്കെ എന്താണ്? അതെ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് എന്നൊക്കെ പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് എന്നൊക്കെ പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഇതേപോലെ എന്താ പ്ലാൻ ചെയ്യുന്നു, വെൽ ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു ആൻഡ് കൺട്രോളിങ് ചെയ്യുന്നു. എന്തിന്? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇവിടെ നമ്മൾ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? ഒരു ബിസിനസിന്റെ ഫിനാൻസിനെയാണ്. സോ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫിനാൻസ്, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് എന്താ യൂട്ടിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ, ആ ഒരു അർത്ഥമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്. ഒരു ബിസിനസ്സിന് മെയിൻ ആയിട്ട് രണ്ട് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട്. ഇൻഫ്ലോ ഓഫ് ക്യാഷും ഉണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷും ഉണ്ട്.
ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിലോട്ട് വരുന്ന ആ ഒരു എമൗണ്ട് ആ ഒരു ഫണ്ടിനെയാണ് എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അതേപോലെ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ആ ബിസിനസ്സിൽ നിന്ന് പോകുന്ന പൈസനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, ആ ഫണ്ടിന് എന്താ ഭയങ്കര വെള്ളായിട്ട് എന്താ അതിനെ പ്രൊക്യൂർ ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ ആയിട്ട് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ആ ഫണ്ടിന് എന്താ പ്രോപ്പർ ആയിട്ട് എന്താ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചാനലിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിംഗ് ടു ഓണേഴ്സ്. നമുക്കറിയാം ഒരു കമ്പനി, ആ കമ്പനിയിൽ ഷെയർ ആ കമ്പനിയിലെ ഷെയർ വാങ്ങുന്ന അല്ലെങ്കിൽ അതിന്റെ കമ്പനിയിലെ ഓണേഴ്സ് നമ്മൾ എന്താ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു പ്രോഫിറ്റ് നിന്ന് ഒരു നിശ്ചിത ശതമാനം അവർക്ക് എന്ത് കൊടുക്കണം, പ്രോഫിറ്റ് ചെയ്യുന്ന എന്താ ഒരു ഡിവിഡന്റ് ആയിട്ട് കൊടുക്കണം. സോ അതെല്ലാം എന്താന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പിൽ വരുന്നതാണ്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിംഗ് ടു ഓണേഴ്സ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് as പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അകത്ത് ഫ്ലോ ഓഫ് ഫണ്ട് വരുന്നുണ്ട്, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് വരുന്നുണ്ട് ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ നിന്ന് ഇന്നൊരു പെർസെന്റേജ് നമ്മൾ ആർക്ക് കൊടുക്കും, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ബാക്കി പെർസെന്റേജ് നമ്മൾ എന്തായിട്ട് മാറ്റി വെക്കും, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മാറ്റി വെക്കും. സോ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്കറിയാം അവിടെയൊക്കെ എന്താണ് ആ ഫ്ലോ ഓഫ് ഫണ്ടാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഫണ്ടൊക്കെയാണ് നടക്കുന്നത്. സോ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഒപ്റ്റിമം എന്നൊക്കെ പറയുന്നത്. സോ ഇതെല്ലാം ഏതിന്റെ അകത്ത് വരുന്നതാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് വെല്ലായിട്ട് മാനേജ് ചെയ്യുന്നത് കൊണ്ടുള്ള എയിംസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. സോ മെയിൻ ആയിട്ട് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, ഒന്ന് വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, വെൽത്ത് ആൻഡ് പ്രോഫിറ്റ്? സോ ഒരു ബിസിനസിന്റെ ഓവറോൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഗ്രോത്ത്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ബ്രോഡർ ടേം അല്ലെങ്കിൽ വലിയ ടേം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമുക്കറിയാം ഒരു ബിസിനസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലോട്ട് എത്തണമെങ്കിൽ ആ ഒരു ബിസിനസ്സിന് എന്ത് വേണം, ഒരു വെൽത്ത് മാക്സിമൈസേഷൻ വേണം. അല്ലെങ്കിൽ എന്താ ആ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ് എന്താ കുറച്ചുകൂടി വൈഡർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം അതിന്റെ അകത്ത് വരുന്നതാണ്, വെൽത്ത് മാക്സിമൈസേഷന്റെ അകത്ത് വരുന്നതാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് എന്ത് ചെയ്യുന്നു, ഓരോ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഓരോ ഇയർ എന്താ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നു. സോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. ഒരു ബിസിനസ്സിന് എന്തൊക്കെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ബിസിനസ്സിന് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നത്, അവിടെയൊക്കെ എന്താ അതൊക്കെ അങ്ങനത്തെ ഏരിയാസ് ഒക്കെ എന്താ പ്രോപ്പർ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്തിനു പറ്റും, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പറ്റും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ഒരു ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് സാധിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ സാധിക്കും. ഞാൻ പറഞ്ഞു പ്രോപ്പർ ക്യാഷ് ഫ്ലോ ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, അതെന്താ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിനു വേണ്ടി സഹായിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സഹായിക്കും. അതേപോലെ ഒരു ബിസിനസ്സിന് നല്ലൊരു ഗുഡ്വിൽ, അതായത് നമുക്കറിയാം നമ്മുടെ ബിസിനസിന്റെ ഫണ്ടൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നു, ഒരു എറേഴ്സും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു ഒപ്റ്റിമം ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബിസിനസ്സിന് എന്തായാലും എന്ത് കിട്ടും, ഒരു ഗുഡ്വിൽ. ആ ഒരു ഗുഡ്വിൽ എന്താ സ്വയമേ തന്നെ ആ ബിസിനസ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തെടുക്കും. അതേപോലെ തന്നെ പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്, നമുക്കറിയാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലോട്ടൊക്കെ നമ്മളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ എമൗണ്ട് നമുക്ക് അതിന് നമ്മൾ ലോക്ക്ഡ് അപ്പ് ഫണ്ട് എന്ന് പറയും. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അത് ലോക്ക്ഡ് ആണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് ലോക്ക്ഡ് ആയിട്ടുള്ള ഫണ്ടാണ്, നമുക്ക് എപ്പോഴും ആ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്യുക, ആ പ്രോപ്പർ ആയിട്ട് ആ ഫിനാൻസിനെ മാനേജ് ചെയ്യുക, ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ എടുക്കുക, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്താ നമുക്ക് ബിയർ ചെയ്യാൻ പറ്റുന്ന റിസ്ക്, അതേപോലെ തന്നെ നമ്മൾ എന്താ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എല്ലാം ഉള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്തെടുക്കുക, ഒരു സൈക്കിൾ എടുക്കുക. അതേപോലെ തന്നെ സർവൈവൽ ഓഫ് കമ്പനി, ഇതെല്ലാം അതായത് ഇതെല്ലാം പോയിന്റും ലാസ്റ്റ് നിൽക്കുന്നത് തന്നെയാണ് ഒരു ബിസിനസിന്റെ സർവൈവൽ വേണ്ടി തന്നെയാണ്.
സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഒരു ഫിനാൻസ് മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടി സഹായിക്കുന്നു? ആ ഒരു ബിസിനസിന്റെ സർവൈവലിന് വേണ്ടി സഹായിക്കും. സോ ഇതൊക്കെയാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് 2 പോയിന്റ്സ് ആണ്, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പിന്നെ അതേപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ, പ്രോപ്പർ ക്യാഷ് ഫ്ലോ, അതേപോലെ തന്നെ എന്താ, ക്രിയേറ്റിംഗ് ഗുഡ് വിൽ, പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്, സർവൈവൽ ഓഫ് കമ്പനി. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ്? എന്താണ് ബിസിനസ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ആൻഡ് ഫൈനലി എന്താണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Hope you all understand the topic. So thank you.